ഹലോ എവരി വൺ, വെൽക്കം ടു ഗൈഡ്ലൈൻ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് TNTU തേർഡ് സെമിസ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി 2 സെമിസ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് 5 പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് 5 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. 5 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 2 സെമിസ്റ്ററുകളിലും പഠിച്ചു പോയത് അല്ലേ. ഫസ്റ്റ് 2 സെമിസ്റ്ററുകളിലും നമുക്ക് തിയറി പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. 5 തിയറി പേപ്പേഴ്സ് വെച്ച് ഓരോ സെമിസ്റ്ററിലും ഫസ്റ്റ് സെമിസ്റ്ററിൽ 5 സബ്ജക്റ്റ്, അതിന് സെക്കൻഡ് സെമിസ്റ്ററിലും 5 സബ്ജക്റ്റ്, അങ്ങനെ ടോട്ടൽ 10 സബ്ജക്റ്റ് 2 സെമിസ്റ്ററിലും കൂടെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി TNTU തേർഡ് സെമിസ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 സെമിസ്റ്ററുകളിൽ തന്നെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ, തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് എക്സാം ഒന്നും ഇല്ല എന്നുള്ള കാര്യം. കറക്റ്റാണ്. തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് എക്സാം ഇല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വർക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല കേട്ടോ. ഒരുപാട് വർക്ക് ഉണ്ട്. നിങ്ങളുടെ TNTU തേർഡ് സെമിസ്റ്ററിലാണ് മെയിൻലി നിങ്ങളുടെ പ്രാക്ടിക്കൽ വേർഷനൊക്കെ വരുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് B.Ed പഠിക്കുന്നത്? നമ്മുടെ ടീച്ചിങ് എന്നുള്ള ആ ഒരു കരിയർ ഒന്നുകൂടെ പ്രൊഫഷ്യൻ്റ് ആവുക ഉള്ള ഉദ്ദേശത്തിലാണ് അല്ലേ. നമ്മുടെ ഈ ഫസ്റ്റ് 2 സെമിസ്റ്ററുകളിൽ നമ്മൾ തിയറി പേപ്പേഴ്സ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. തേർഡ് സെമിസ്റ്ററിലാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വേർഷനൊക്കെ വരുന്നത് കേട്ടോ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് തേർഡ് സെമിസ്റ്ററിലാണ്. തേർഡ് സെമിസ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് മുമ്പിൽ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും കേട്ടോ. തേർഡ് സെമിസ്റ്ററിൽ മെയിൻലി വരുന്നത് നിങ്ങളുടെ ടീച്ചിങ് ഒക്കെ എൻഹാൻസ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ന്യൂ സെക്ഷൻ. ബാക്കിയുള്ള സെമിസ്റ്ററുകളെ പോലെ തന്നെ തേർഡ് സെമിസ്റ്ററിനും നമ്മുടെ യൂണിവേഴ്സിറ്റി വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ തേർഡ് സെമിസ്റ്ററിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ റെക്കോർഡ്സുകളാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ സിലബസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി 2 സെമിസ്റ്ററുകളും ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും നമ്മുടെ B.Ed കോളേജിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ബട്ട് തേർഡ് സെമിസ്റ്ററിലെ കുറച്ച് ഇനീഷ്യൽ സ്റ്റേജസ് മാത്രമാണ് നമ്മുടെ B.Ed കോളേജിൽ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് നമ്മുടെ ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകും. അതായത് തേർഡ് സെമിസ്റ്ററിൻ്റെ ഇനീഷ്യൽ മന്തുകൾ നമ്മൾ കോളേജിൽ തന്നെയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുക. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്ററിനെ ഒബ്സർവ് ചെയ്തിട്ടും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകളിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സിലബസിൽ TNTU വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം അല്ലേ. തേർഡ് സെമിസ്റ്ററിൽ നമുക്ക് മെയിൻലി 20 റെക്കോർഡ്സുകൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. തേർഡ് സെമിസ്റ്ററിൻ്റെ ഇനീഷ്യൽ ഫേസുകൾ നമ്മുടെ B.Ed കോളേജിൽ തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുക അല്ലേ. ടീച്ചർ എഡ്യൂക്കേറ്റർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിട്ടും അതുപോലെ തന്നെ ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മുടെ തേർഡ് സെമിസ്റ്ററിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു ടീച്ചറാവാം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാനത് കുട്ടികൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സുകൾക്ക് വരെ നമ്മൾ പ്രാക്ടീസ് നേടിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യും? ഒരു സെമിസ്റ്ററിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ആരാ ടീച്ചർ എഡ്യൂക്കേറ്റർ? B.Ed കോളേജിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനെയാണ് നമ്മൾ ടീച്ചർ എഡ്യൂക്കേറ്റർ എന്ന് പറയുക അല്ലേ. B.Ed സ്റ്റുഡൻസിനെ നമ്മൾ എന്താ പറയുക? അതായത് നമ്മളെ തന്നെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നാണ് പറയുക അല്ലേ. B.Ed സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്, അതായത് നമ്മുടെ B.Ed കോളേജിലുള്ള നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ ടീച്ചർ എഡ്യൂക്കേറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ തേർഡ് സെമിസ്റ്ററിൻ്റെ ഇനീഷ്യൽ ഫേസിൽ ടീച്ചർ എഡ്യൂക്കേറ്ററിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ B.Ed സ്റ്റുഡൻസിൻ്റെ, അതായത് നമ്മുടെ പിയർ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ഗ്രൂപ്പ്സുകളൊക്കെ ആക്കി ക്രിയേറ്റ് ചെയ്തിട്ട് മൈക്രോ ടീച്ചിങ് എന്നുള്ള ഒരു പ്രോസസ്സൊക്കെ നടക്കും. അതൊക്കെ നമ്മുടെ B.Ed കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ സിലബസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക സ്കൂൾ ഇൻറ്റേൺഷിപ്പ് എന്നാണ് അല്ലേ. അതായത് നമ്മുടെ B.Ed കോളേജിൽ നിന്നും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകില്ലേ. അതാണ് സ്കൂൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് പോകും. തേർഡ് സെമിസ്റ്ററിൽ അറൗണ്ട് 3 മന്ത് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലാണ് സ്പെൻഡ് ചെയ്യുക. അതിൽ 40 ക്ലാസ്സസ് നമ്മൾ UP സെഷനിലും 40 ക്ലാസ്സസ് നമ്മൾ ഹൈസ്കൂളിലുമാണ് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരിക. അതാണ് ഓരോ റെക്കോർഡിൻ്റെയും നേരെ ലെവൽ 1 ആൻഡ് ലെവൽ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ലെവൽ 1 എന്ന് ഉദ്ദേശിക്കുന്നത് UP സെഷൻ എന്നാണ്. 6 to 8 വരെയുള്ള ക്ലാസ്സുകളാണ് അതിൻ്റെ അണ്ടറിൽ വരിക. ലെവൽ 2 വരുന്നത് ഹൈസ്കൂൾ സെഷനാണ്. 9 and 10 ആണ് യൂഷ്വലി വരാറുള്ളത്.
3 മന്ത് എന്ന് പറയുമ്പോൾ അറൗണ്ട് 90 ഡേയ്സ് ഉണ്ട് അല്ലേ. ആ 90 ഡേയ്സിൽ 45 ഡേയ്സ് ആണ് നമ്മൾ UP സെക്ഷനിലും 45 ഡേയ്സ് നമ്മൾ HS ഹൈസ്കൂൾ സെക്ഷനിലുമാണ് സ്പെൻഡ് ചെയ്യുക. സ്കൂൾ ഇൻറ്റേൺഷിപ്പ് ടൈമിലും അതുപോലെ തന്നെ നമ്മുടെ 3rd സെമസ്റ്ററിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ കോളേജിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ടൈമിലും കുറച്ച് റെക്കോർഡ്സുകൾ നമുക്ക് എഴുതാനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ്സുകൾ എഴുതുന്നത്? എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെൻഡ് ചെയ്യുന്ന 2 ടീച്ചേഴ്സ് ആയിരിക്കും വരിക അല്ലേ. 2 ഡേയ്സ് ആയിരിക്കും എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആയിട്ട് വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടൈമിൽ അറൗണ്ട് 100 സ്റ്റുഡൻസിനെ അവർക്ക് വാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് ആണ് അല്ലേ. നമ്മൾ എക്സ്റ്റേണൽ എലമെൻറ്റ്സ് മാത്രം കണ്ടിട്ട് നമുക്ക് കുട്ടികളെ അസസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡല്ല അല്ലേ. അപ്പോൾ ഈ ഒരു എൻ്റെ BEd പ്രോഗ്രാമിൽ അവരെങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റെക്കോർഡിക്കലി എന്തെങ്കിലും ഒരു തെളിവ് വേണം അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ്സ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടലി നമുക്ക് 20 റെക്കോർഡ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓരോ റെക്കോർഡ്സും ഏതൊക്കെ ടൈമിലാണ് നമ്മൾ എഴുതുന്നത്, എന്തൊക്കെയാണ് ആ റെക്കോർഡ്സുകളിൽ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതാണ് റെക്കോർഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ വരുന്നത്. അതായത് റെക്കോർഡ്സ് മെയിൻലി നമ്മൾ ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ നമ്മുടെ BEd കോളേജിൽ വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ്സ് ചെയ്ത ഈ റെക്കോർഡ്സൊക്കെ 2 ഡേയ്സിൻ്റെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ്റെ സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വരുന്നതാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ. പറഞ്ഞതുപോലെ തന്നെ 2 ഡേയ്സ് ആണ് എക്സ്റ്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് വരിക. Day 1 സ്കൂൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പോയ സമയത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് TLMകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്. അതൊക്കെ ടീച്ചേഴ്സിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഡേ ആണ് Day 1. അത് നമ്മളൊരു ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യാണ് ചെയ്യാറുള്ളത്. ആ Day 1 നമ്മൾ ചെയ്തിട്ടുള്ള TLM വർക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. Day 2 മെയിൻലി വരുന്നത് ഡെമോ ക്ലാസ് ആണ്. അതായത് എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ടീച്ചറിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് Day 2 വരുന്നത്. ഓക്കെ, 2 ഡേയ്സുകളിലായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനും കൂടെ ഈ 3rd സെമസ്റ്ററിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, 3rd സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ നമ്മുടെ BEd കോളേജിലായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് റെക്കോർഡ്സുകൾ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് പോകും. ആ സമയത്ത് ആ സ്കൂളുകളിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് റെക്കോർഡ്സ് എഴുതുന്നുണ്ട്. ഒക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കൊരു ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്താനുണ്ട്, മൈക്രോ ടീച്ചിങ് റെക്കോർഡ് ചെയ്താനുണ്ട്, ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് ചെയ്തുന്നുണ്ട്, ലെസൺ പ്ലാൻ റെക്കോർഡ് ചെയ്താനുണ്ട്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ റെക്കോർഡ് ചെയ്താനുണ്ട്, ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് റെക്കോർഡ് ചെയ്താനുണ്ട്, കേസ് സ്റ്റഡി റെക്കോർഡ് ചെയ്താനുണ്ട്, സൈക്കോളജി പ്രാക്ടിക്കൽ റെക്കോർഡ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ റെക്കോർഡ്, സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് റിഫ്ലക്റ്റീവ് ജേർണൽ. ഇത്രയും റെക്കോർഡ്സുകളാണ് നമുക്ക് എഴുതാനുള്ളത്. അതിൽ ചില റെക്കോർഡ്സുകൾ ലെവൽ 1 ആൻഡ് ലെവൽ 2 ഉണ്ടായിരിക്കും. എന്താണ് ലെവൽ 1, എന്താണ് ലെവൽ 2 എന്നൊക്കെ ഓരോ റെക്കോർഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഈ റെക്കോർഡ്സുകൾ കൂടാതെ നമുക്ക് കുറച്ച് EPC റെക്കോർഡ്സുകൾ കൂടെ എഴുതാനുണ്ട്. EPC മീൻസ് എൻഹാൻസിങ് പ്രൊഫഷണൽ കപ്പാസിറ്റി റെക്കോർഡ്സ്, റീഡിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ടെക്സ്റ്റ്, ഡ്രാമ ആൻഡ് ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ, ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ICT, അണ്ടർസ്റ്റാൻഡിംഗ് ദ സെൽഫ്. ഇങ്ങനെയുള്ള 4 EPC റെക്കോർഡ്സുകൾ കൂടെ നമുക്ക് എഴുതാനുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഓൺലൈൻ കോഴ്സ്. 20 റെക്കോർഡ്സ് കൂടാതെ നമുക്ക് സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ഓൺലൈൻ കോഴ്സ് കൂടെ എടുക്കേണ്ടതുണ്ട്. OG സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ ബേസിക് ഡിസിപ്ലിൻ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ബേസിക്കലി പറയുകയാണെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് 3rd സെമസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ റെക്കോർഡ്സുകളെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. 20 റെക്കോർഡ്സുകൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ പാർട്ട് A, പാർട്ട് B ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പാർട്ട് A അസസ്മെൻറ്റ് ഫോർ ടീച്ചിങ് കോമ്പിറ്റൻസി ആൻഡ് റെക്കോർഡ്സ്, പാർട്ട് B EPC റെക്കോർഡ്സ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ അസസ്മെൻറ്റ് ഓഫ് ടീച്ചിങ് കോമ്പിറ്റൻസി ആൻഡ് റെക്കോർഡ്സ് ആണ് അല്ലേ. എന്താ ടീച്ചിങ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് റെഫേഴ്സ് ടു സെറ്റ് ഓഫ് സ്കിൽസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ that enable an educator to teach effectively and facilitate meaningful learning for students. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുക, എത്രത്തോളം നമുക്കതിനെ എഫക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതാണ് ടീച്ചിങ് കോമ്പിറ്റൻസിയിലെ ആസ് എ ടീച്ചർ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ടീച്ചിങ് കോമ്പിറ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ചില റെക്കോർഡ്സുകൾ നിങ്ങളുടെ ടീച്ചിങ് കോമ്പിറ്റൻസി മെഷർ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ടീച്ചറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് കോമ്പിറ്റൻസിൻ്റെ റേഞ്ച് മെഷർ ചെയ്യാനുള്ളതാണ് ചില റെക്കോർഡ്സുകൾ. എത്രത്തോളം നിങ്ങളുടെ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കും അല്ലേ. പെഡഗോജിക്കൽ സ്കിൽസ്, അതായത് ഓരോ ടോപ്പിക്ക് നിങ്ങൾ എടുക്കുമ്പോഴും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസും മെത്തഡോളജീസും അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള TLM ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കും. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, യൂസ് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സ് ആണല്ലേ, അതുകൊണ്ട് തന്നെ കുട്ടികളെ അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതും, അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണലിസും അതുപോലെ എത്തിക്സും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു റെക്കോർഡ്സുകളിലൂടെയാണ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ടീച്ചിങ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത് അസസ് ചെയ്യാനുള്ള റെക്കോർഡ്സുകളാണ് ടീച്ചിങ് കോമ്പിറ്റൻസി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് കോമ്പിറ്റൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 10 റെക്കോർഡ്സുകളാണ് ഉള്ളത്. ഓരോ റെക്കോർഡ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 3rd സെമിസ്റ്ററിൻ്റെ ഇനീഷ്യൽ ഫേസ് നമ്മുടെ കോളേജിലാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ BEd കോളേജിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക. ആ ടൈമിൽ നമ്മൾ ഏതൊക്കെ റെക്കോർഡ്സുകളാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കോളേജിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് റെക്കോർഡ്സുകളാണ് എഴുതേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കുട്ടികളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ റെക്കോർഡ്സുകളാണ് എഴുതേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ സെക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡുകളെ കുറിച്ചിട്ടാണ്. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എന്താണ്? ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു റെക്കോർഡിൽ എഴുതാം. അതാണ് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡിൻ്റെ പർപ്പസ്? ആരുടെ ഡെമോ കണ്ടിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേണ്ടത്? അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് നമ്മുടെ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കോളേജിൽ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്റർ എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന റെക്കോർഡാണ് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ്. അതിൽ മെയിൻലി നമ്മൾ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലെക്ചർ മെത്തേഡ്, ലാബ് മെയിൻ്റനൻസ് ഒക്കെയാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം അതേപോലെ നിങ്ങളും ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെമോൺസ്ട്രേഷൻ ഓഫ് minimum 2 model lesson delivered by the concerned teacher and 3 model lesson by each student teacher under the supervision of pedagogy teacher. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്റർ എടുത്തിട്ടുള്ള 2 മോഡൽ ലെസൺസും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ടീച്ചർ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള 3 മോഡൽ ലെസൺസും ആണ് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡിൽ ഉണ്ടാവേണ്ടത്. അതിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്ലാസ് എടുക്കാം. അതിൽ നിങ്ങളെ വാലുവേറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, പ്രോപ്പറായിട്ടുള്ള രീതിക്കാണ്, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് നിങ്ങളെ വാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ BEd കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ എഡ്യൂക്കേറ്റർ തന്നെയായിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് 5 ലെസൺസ് ആണ് വേണ്ടത്. ഈ ഒരു റെക്കോർഡിൻ്റെ ക്രെഡിറ്റ് പോയിന്റ് വരുന്നത് 1 ആണ്. 1 ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡിന് 20 മാർക്സ് ആണ് കിട്ടുക. ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്, എത്ര ഡ്യൂറേഷനിലാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചർ എഡ്യൂക്കേറ്ററിനനുസരിച്ചിട്ട് വേരി ചെയ്യും കേട്ടോ. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് ലെവൽ 1 ആൻഡ് ലെവൽ 2 എഴുതാനുണ്ട്. അതായത് 2 റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് മൈക്രോ ടീച്ചിങ് റെക്കോർഡാണ്. ഇപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എഴുതിയില്ലേ, ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? നമുക്ക് BEdന് ക്ലാസ് എടുക്കുന്ന നമ്മുടെ ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ക്ലാസ് എടുത്ത് കൊടുത്തു. അതേപോലെ ഡെമോ എടുത്ത് കൊടുത്തു അല്ലേ. മൈക്രോ ടീച്ചിങ് റെക്കോർഡിൽ എന്താണ് നമ്മൾ എഴുതാന്ന് അറിയണമെങ്കിൽ ആദ്യം എന്താണ് മൈക്രോ ടീച്ചിങ് എന്നുള്ളത് അറിയണം അല്ലേ. നമ്മുടെ പ്രീവിയസ് സെമസ്റ്ററുകളിൽ മൈക്രോ ടീച്ചിങ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ടീച്ചിങ് ഓഫ് എ സ്മോൾ യൂണിറ്റ് ഓഫ് കണ്ടന്റ് ടു ദ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ടൈം ഈസ് കോൾഡ് മൈക്രോ ടീച്ചിങ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ BEd കോളേജിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പിയർ സ്റ്റുഡൻസ്, അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. 5-6 മെമ്പേഴ്സുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് അതിലുള്ള ഓരോ മെമ്പേഴ്സിനോടും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും.
ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ടോട്ടൽ ഒരു 5 മെമ്പേഴ്സുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതിലൊരാൾ ക്ലാസ് ഡെലിവർ ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കി 4 പേരും ഓഡിയൻസ് ആയിട്ടായിരിക്കും നിൽക്കുക അല്ലേ. എന്തിനു വേണ്ടിയിട്ട് അവർ ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്നത്? നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ മൈക്രോ ടീച്ചിങ് സൈക്കിൾ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു സൈക്കിളായിട്ട് പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച്, റീഫീഡ്ബാക്ക്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഏത് പാർട്ടാണ് ഞാൻ ടീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് അത് ടീച്ച് ചെയ്യും. ടീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിൽ നിൽക്കുന്നതിലുള്ള ഓഡിയൻസ് എന്ത് ചെയ്യും, നമുക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീപ്ലാൻ ചെയ്യും, റീടീച്ച് ചെയ്യും, റീഫീഡ്ബാക്ക് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടേ ഇരിക്കും. എപ്പോൾ വരെ? ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ ഓക്കെ ആക്കുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് നടപ്പിലാക്കുന്നത്? നമ്മുടെ ടീച്ചിങ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. മൈക്രോ ടീച്ചിങ്ങിൻ്റെ കേസിൽ അറ്റ് എ ടൈം നമ്മൾ ഒരു സ്കില്ല് മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു സ്കില്ലിൽ നമ്മൾ അത്രയും പ്രൊഫിഷ്യൻ്റ് ആവുന്നത് വരെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ എന്തായിട്ടുണ്ടാകും, അത്രയും പ്രോ ആയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താ ഈ സ്കില്ല് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അല്ലേ, ടീച്ചിങ്ങിൽ ഒരുപാട് സ്കിൽസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാ? സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ലെസൺ, സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, സ്കിൽ ഓഫ് എക്സ്പ്ലനേഷൻ, സ്കിൽ ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ്, സ്കിൽ ഓഫ് ഇല്ലുസ്ട്രേഷൻ വിത്ത് എക്സാമ്പിൾ, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇങ്ങനെ ഒരുപാട് സ്കിൽസ് ഉണ്ടല്ലേ നമ്മളെ ടീച്ചിങ്ങിൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, നമ്മൾ കുട്ടികളെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ഒന്നും ചെയ്യിപ്പിക്കാണ്ടേ, അല്ലെങ്കിൽ എന്താണെന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കണ്ടൻറ്റ് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയോ? ഇല്ല അല്ലേ. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉണ്ടായിരിക്കണം, ഒരു ലെസൺ നമുക്ക് കുട്ടികളോട് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് ഈ ലെസണിൽ പറയുന്നത്? അത് മേ ബി നമുക്ക് ഡയറക്റ്റായിട്ട് പറയുകയാണോ വേണ്ടേ? അല്ല അല്ലേ. ചെറിയ ചെറിയ ഗെയിംസിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ലെസൺ നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് കുട്ടികളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമ്മൾ പ്രോ ആയിരിക്കണം. ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് കുട്ടികളിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റണം അല്ലേ. അതുപോലെ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. എവിടേക്കാണ് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്, അത് ഓരോ കുട്ടികളെയും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത്, ഏതൊക്കെ ടൈമിലാണ് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സ്കിൽസുകളിൽ ആസ് എ ടീച്ചർ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതൊക്കെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ B.Edൻ്റെ 3rd സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെ കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഈ മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേണ്ടത്. 7 സ്കില്ലും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്താൻ. 7 സ്കിൽസും നമ്മളെ റെക്കോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് ഒബ്സർവറായി നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ഒബ്സർവേഷൻ ഷീറ്റ് കൊടുക്കണം. അതിൽ ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കാറില്ലേ. ചില ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പം ഏതെങ്കിലും ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നതൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യാറില്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആവശ്യമില്ലാത്ത വേർഡ്സ് അധികം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൽ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. അതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീടീച്ച് ചെയ്യണം. അങ്ങനെ എടുത്ത ചാപ്റ്റർ തന്നെ റിപ്പീറ്റ് ആയിട്ട് ടീച്ച് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. എടുത്ത ചാപ്റ്ററും അതുപോലെ ഒബ്സർവേഷൻ ഷീറ്റും നിങ്ങളുടെ റെക്കോർഡിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. മൈക്രോ ടീച്ചിങ് റെക്കോർഡ് ലെവൽ 1 ആൻഡ് ലെവൽ 2 ഉണ്ട്. ടോട്ടൽ ഇതിന് 20 മാർക്സ് ആണ് വരുന്നത്. ഇതോടുകൂടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു.